24 കണക്ട് സംഘടിപ്പിച്ച എൻ്റെ കുടുംബം വയനാടൊരുപ്പം പദ്ധതിയിൽ പ്രഖ്യാപിച്ച ആശ്വാസ നടപടികൾ തുടരുകയാണ്. ഈ ഓണത്തിന് മുമ്പ് തന്നെ നമ്മളന്ന് പ്രഖ്യാപിച്ച വീട് ഒഴികെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ നമ്മൾ കാര്യങ്ങൾ നീക്കി തുടങ്ങി. മാത്രമല്ല, നമ്മുടെ ഒരമ്മയ്ക്ക് ഒരു വീട് ഉൾപ്പെടെ മറ്റുള്ള ചില കാര്യങ്ങളൊക്കെ തന്നെ സമയമെടുക്കുമെന്ന് അറിയാമല്ലോ. എന്നാലും അതിനുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങൾ നമ്മൾ ചെയ്തു തുടങ്ങി. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ ദുരന്തബാധിതർക്ക് 24 പ്രേക്ഷക സമ്മേളനത്തിലാണ് നമ്മൾ സഹായം പ്രഖ്യാപിച്ചത്. ചന്ദ്രഗിരി ഓഡിറ്റോറിയത്തിൽ നടന്ന ജില്ലാ സമ്മേളനത്തിലാണ് സെപ്റ്റംബർ 2-ാം തീയതി ഞായറാഴ്ച നമ്മൾ ഈ സഹായങ്ങൾ പ്രഖ്യാപിച്ചത്. ചൂരൽമല സ്വദേശിയായ വാസുവിന് ഉപജീവന മാർഗമായ പെട്ടി ഓട്ടോറിക്ഷ ഇന്ന് കൊടുക്കും. അതേപോലെ രമേശിന് 2 വീലറും ഇന്ന് കൊടുക്കുകയാണ്. 24-ൻ്റെ അമേരിക്കൻ പ്രതിനിധി മധു കൊട്ടാരക്കര ഈ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. അതുപോലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ദീപക് തരമുണ്ട്. ഇവർ രണ്ടുപേരും ചേർന്നായിരിക്കും സഹായധനം കൈമാറുക. ഇന്ന് സുർജിത്ത് അയ്യപ്പത്ത് സെപ്റ്റംബർ 1-ാം തീയതി ഞായറാഴ്ചയായിരുന്നു, 2-ാം 1-ാം തീയതി ഞായറാഴ്ചയായിരുന്നു, രാവിലെ ചന്ദ്രഗിരി ഓഡിറ്റോറിയം കൽപ്പറ്റയിലായിരുന്നു പരിപാടി. സുർജിത്ത് അയ്യപ്പത്ത് നമുക്കിപ്പം തത്സമയം ചേരുകയാണ്. അതുപോലെ ദീപക് തർമ്മടവും ചേരുന്നു. ആദ്യം സുർജിത്തിലേക്ക്. ഗുഡ് മോർണിംഗ് ടു ബോത്ത് ഓഫ് യു. ആദ്യം സുർജിത്തെ, യഥാർത്ഥത്തിൽ നമ്മുടെ പ്രേക്ഷകരുടെ പിൻബലത്തോടെ നമ്മൾ സ്വരൂപിച്ച പണം നമ്മുടെ സ്റ്റാഫും നമ്മുടെ അവതാരകരും അതുപോലെ നമ്മുടെ ആർട്ടിസ്റ്റുകളും ഒക്കെ സഹായം നൽകി ആ പൈസ ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ ഈ സഹായ പദ്ധതി കൊടുക്കുന്നത്. അപ്പോൾ എന്താണ് ലേറ്റസ്റ്റ് വിവരം? എസ്കെൻ, ഗുഡ് മോർണിംഗ്. നമ്മളെ സംബന്ധിച്ച് ഏറെ അഭിമാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ കൂടി നിമിഷമാണിത്. കാരണം ഈ ദുരന്തത്തിൽ അകപ്പെട്ടു പോയ മനുഷ്യർക്ക് ആശ്വാസ നടപടികൾ നമ്മൾ പ്രഖ്യാപിച്ചിരുന്നു. ആശ്വാസ നടപടികൾ തുടങ്ങുകയാണ്. അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെല്ലാം തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇന്ന് 2 പേർക്കാണ് നമ്മൾ പ്രഖ്യാപിച്ച സഹായങ്ങൾ നൽകുന്നത്. ഒന്ന്, ഈ ഉപജീവന മാർഗമായിരുന്ന ഈ പ്രദേശത്ത് ഓട്ടോറിക്ഷ ആക്രിക്കച്ചവടം നടത്തിയിരുന്ന വാസു എന്ന് പറയുന്ന ചൂരൽമല സ്വദേശിക്ക് നമ്മൾ കൈമാറുന്നത് ഒരു പെട്ടി ഓട്ടോറിക്ഷയാണ്. അദ്ദേഹത്തിൻ്റെ പെട്ടി ഓട്ടോറിക്ഷ ഈ ദുരന്തത്തിൽ നശിച്ചിരുന്നു. അതോടൊപ്പം ഇതിൻ്റെ തലേ ദിവസം നമുക്കൊപ്പം ഉണ്ടായിരുന്ന രമേശ്, ഈ ദുരന്ത വാർത്ത ആദ്യമായി 24-നെ വിവരം അറിയിച്ച, വളരെ ഈ ദുരന്തത്തിൽ നിന്ന് അതിജീവിച്ച ആ രമേശ്, ഈ 2 പേരുമാണ്, അവർക്കാണ് നമ്മൾ സഹായം നൽകുന്നത്. അതിൻ്റെ ഭാഗമായി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ദീപക് ധർമ്മടം, അതോടൊപ്പം തന്നെ നമ്മുടെ അമേരിക്കൻ പ്രതിനിധി മധു കൊട്ടാരക്കര എന്നിവരൊപ്പമുണ്ട്. ഒപ്പം തന്നെ ഫ്ലവേഴ്സ് ഫാമിലി ക്ലബിൻ്റെ ഭാഗമായ 24 കണക്റ്റിൻ്റെ ഭാഗമായ വേലായുധനും ഒപ്പം ശൈലയും ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ ആ ചടങ്ങിലേക്ക് കിടക്കുകയാണ്. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്ററായിട്ടുള്ള ദീപക് ധർമ്മടത്തിന് ഇതിൻ്റെ നിയന്ത്രണത്തിന് വേണ്ടി അദ്ദേഹത്തിന് മൈക്ക് കൈമാറുന്നു. SKN, വെരി ഗുഡ് മോർണിംഗ്. ഒരുപക്ഷെ നമ്മൾ വയനാട്ടിൽ നിന്നും ഈ ദുരന്തത്തിന് ശേഷം ആദ്യമായി സന്തോഷത്തോടെ ഒരു ഗുഡ് മോർണിംഗ് പറയുകയാണ്. കാരണം 24 ഫ്ലവേഴ്സ് കുടുംബം വാക്കുപാലിക്കുന്നു. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരുപക്ഷെ നമ്മൾ പ്രേക്ഷകരോട് അധികം പറഞ്ഞിട്ടില്ല ഈ കാര്യം, 24-ലെ ഓരോ ജീവനക്കാരനും, അത് നമ്മുടെ ഏറ്റവും മുഴുവൻ കുടുംബം, 24 കുടുംബവും ഈ വയനാടിനെ ചേർത്ത് പിടിക്കാനുള്ള SKൻ്റെ ആഹ്വാനത്തിനൊപ്പം ശമ്പളത്തിൻ്റെ ഒരു വിഹിതം മാറ്റിവെച്ചു. അതിലേറ്റവും മാതൃകാപരമായ ഇടപെടൽ നടത്തിയത് നമ്മുടെ അമേരിക്കൻ ഹെഡ് ഓഫ് ഓപ്പറേഷൻ മധു കൊട്ടാരക്കരയാണ്. അദ്ദേഹത്തിൻ്റെ ശമ്പളത്തിൻ്റെ ഒരു ഭാഗം മാറ്റിവെക്കുക എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഒരാളുടെ ജീവിത മാർഗം തന്നെ അദ്ദേഹം ഏറ്റെടുക്കുകയായിരുന്നു. അത് വാസുവേട്ടൻ്റെയാണ്. യഥാർത്ഥത്തിൽ വാസുവിന് മുൻപ് യഥാർത്ഥത്തിൽ ഈ വാർത്ത, ഒരു പെട്ടിയോട്ടോ പൂർണ്ണമായും ഒരു ഓട്ടോ നഷ്ടപ്പെട്ട അശോകൻ്റെ കഥയാണ് 24-ൽ അമേരിക്കയിൽ ഇരുന്നു കൊണ്ട് ഷഹദ് റഹ്മാൻ തയ്യാറാക്കിയ ആ റിപ്പോർട്ട് നമ്മളെ മധു കൊട്ടാരക്കര കാണുകയാണ്. അപ്പോൾ തന്നെ മധു കൊട്ടാരക്കര നമ്മളെ അറിയിച്ചു, SKനെ അറിയിക്കുന്നു, ഞാൻ അവർക്ക് ഓട്ടോറിക്ഷ നൽകും. പക്ഷേ ആ അശോകന് മറ്റൊരു വിഭാഗം ഓട്ടോറിക്ഷ നൽകുന്നു. അതായത് നമുക്കറിയാം, നമ്മുടെ സാദിഖ് അലി തങ്ങളുടെ നേതൃത്വത്തിൽ ഓട്ടോറിക്ഷ നൽകി. പക്ഷേ എന്നാൽ മധു കൊട്ടാരക്കര ആ പ്രഖ്യാപനത്തിനും മാറി നിന്നില്ല. മറ്റൊരു അതിനേക്കാൾ അർഹനായ, അല്ലെങ്കിൽ അതിനോളം അർഹനായ മറ്റൊരാളെ കണ്ടെത്തി, വാസുവേട്ടനെ കണ്ടെത്തുന്നു. അങ്ങനെയാണ് ഇപ്പോൾ ഈ ബജാജിൻ്റെ ഓട്ടോറിക്ഷ, ഗൂഡ്സ് ഓട്ടോറിക്ഷ നൽകുകയാണ്. മധു കൊട്ടാരക്കര നമ്മളോടൊപ്പം ചേരുകയാണ്. മാധ്യമപ്രവർത്തനത്തിനേക്കാൾ അപ്പുറത്തേക്കുള്ള ഒരു സാമൂഹ്യ ദൗത്യമാണ് മധു കൊട്ടാരക്കര എത്തിയത്. അമേരിക്കയിൽ നിന്നും ഇവിടേക്ക് എത്തുകയാണ് ഉണ്ടായത്. ദീപകെ, എൻ്റെ പിതാവ് പഠിക്കാൻ നല്ല മിടുക്കനായിരുന്നു. പക്ഷേ പഠിക്കുന്ന സമയത്ത് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കൊട്ടാരക്കരയിൽ വാര്യത്ത് എന്ന് പറഞ്ഞൊരു കുടുംബമായിരുന്നു സാമ്പത്തികമായിട്ട് സഹായിച്ചത്. പിന്നീട് യൂണിവേഴ്സിറ്റിയിൽ 1-ാം റാങ്കോടുകൂടി പാസ്സാവുകയും ഒരുപാട് വിദ്യാർത്ഥികളുടെ അധ്യാപകനായിട്ട് മാറി. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, ഒരു സഹായം ഒരാൾക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മൾ കൊടുത്താൽ ഒരുപക്ഷെ ആ ഒരു ജീവിതം തന്നെ മാറിപ്പോകും. തന്നെയല്ല, ചില സഹായങ്ങൾ പരസ്യമായിട്ട് ചെയ്താലേ പലരിലൂടെ അതൊരു വലിയ സഹായമായി മാറൂ. വലിയ സഹായമാണ് വയനാടിന് ഇപ്പോൾ ആവശ്യം. വയനാട് ഇപ്പോൾ ഞാൻ വന്ന് കാണുമ്പോൾ വിജനമാണ്. എന്നാൽ പക്ഷേ ഇവിടുത്തെ ആൾക്കാരുടെ കണ്ണിലെ പ്രകാശം പോയിരിക്കുകയാണ്. എന്നാൽ അവരുടെ കണ്ണിൽ പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ നമ്മൾ അത് പൂർണ്ണമായിട്ട് ആ വാക്ക് പാലിക്കുകയാണ്. തന്നെയല്ല, SKN പറഞ്ഞൊരു കാര്യം, നമ്മുടെ കുടുംബത്തിൽ നിന്നായിരിക്കണം ഇത് തുടങ്ങേണ്ടതെന്ന് പറയും. നമ്മളെല്ലാം ശമ്പളത്തിൻ്റെ ഒരു വീതം കൊടുക്കുന്നു. അപ്പോൾ ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം എന്നാണ്. പക്ഷേ നമ്മളത് മാറ്റി ചാരിറ്റി സ്റ്റാർട്ട്സ് അറ്റ് ഹോം.
അത് നമ്മുടെ 24 നമുക്കത് നൽകാം. SKN ഇതൊരു ധന്യമുഹൂർത്തമാണ്. ഒരു മാധ്യമത്തിന്റെ 24ന്റെ വാക്കുപാലിക്കൽ, ആ കടമ നിറവേറ്റലാണ്. ഇത് മധു കൊട്ടാരക്കര വാസുവേട്ടന് നൽകുകയാണ്. വാസുവേട്ടൻ, ഈ സമയത്ത് അങ്ങേക്ക് എന്താണ് പറയാൻ? എനിക്ക് 24നോട് തീരാത്ത കടപ്പാടുണ്ട്. പിന്നെ എൻ്റെ ജീവിതമാർഗ്ഗം വഴിമുട്ടി നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം പകച്ച സമയമായിരുന്നു. ആ സമയത്ത് ഇങ്ങനെ ഒരു ഓട്ടോ തരാമെന്ന് പറഞ്ഞ് തീരാത്ത കടപ്പാടുണ്ട്. അതുപോലെ ഇത് നൽകുന്ന പിന്നെ മധു കൊട്ടാരക്കര സാറിനും ഒരുപാട് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്ക് അറിയുന്നില്ല. വാസുവേട്ടൻ്റെ ഭാര്യയുണ്ട്. കാരണം ഒരു കുടുംബത്തിൽ കുടുംബിനി, വീട്ടമ്മയ്ക്കാണ് ഏറ്റവും കൂടുതൽ വികാരപരമായിട്ട് ഈ കാര്യങ്ങളൊക്കെ കാണുന്നത്. എനിക്ക് അവരോട് നല്ല നന്ദി പറയണം. എന്താ വെച്ചാൽ അന്ന് എനിക്ക് പറയാൻ പറ്റിയില്ല. അങ്ങനെ അവർ ഒരു ഓട്ടോ തന്നുകൊണ്ട് ഞങ്ങളൊരു ജീവിതമാർഗ്ഗമായി. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്. താങ്ക് യു. SKN ഇനിയിപ്പോൾ നമ്മളൊരു ഇരുചക്ര വാഹനത്തിൻ്റെ താക്കോൽ, ഇത് 24 തന്നെയാണ് ഇരുചക്ര വാഹനം നൽകുന്നത്. രമേശ് ഒരു ടൂറിസ്റ്റ് ഗൈഡായിരുന്നു. അദ്ദേഹത്തിൻ്റെ സർവ്വതും നഷ്ടപ്പെട്ടു. രമേശിന് നമ്മൾ ഇരുചക്ര വാഹനമാണ് നൽകുന്നത്. രമേശ് നമ്മളോടൊപ്പം ചേരുകയാണ്. രമേശിന് താക്കോൽ നൽകുന്നത് നമ്മുടെ സുർജിത്ത് അയ്യപ്പത്താണ്. ഒരുപക്ഷേ SKN സുർജിത്ത് വയനാടുകാരനെ പോലെ കരയുകയായിരുന്നു. ഇനി സുർജിത്ത് കരയരുത്. ഇല്ല എന്തായാലും ഇത് വലിയ സമാശ്വാസ നടപടി. അതെ, ഇതാ രമേശിന് സുർജിത്ത് അയ്യപ്പത്ത് തന്നെ താക്കോൽ നൽകുകയാണ്. രമേശിന് സുർജിത്ത് അയ്യപ്പത്ത് താക്കോൽ നൽകുന്നതിൻ്റെ കാഴ്ച ഇത് ഞങ്ങളൊരു ഉത്തരവാദിത്തമായാണ് കാണുന്നത്. ഒരുപക്ഷെ ഇത് നിങ്ങളുടെ അവകാശമാണ്. 24നെ 1ാം സ്ഥാനത്ത് എത്തിച്ച പ്രേക്ഷകർക്ക്, വയനാട്ടുകാർക്കുള്ള ഞങ്ങളുടെ സ്നേഹമാണ്. രമേശിൻ്റെ പ്രതികരണത്തിൽ വളരെയധികം സന്തോഷം. കാരണം അതിജീവനത്തിൻ്റെ ആദ്യപടി എന്ന് തന്നെ പറയാം. എക്സ്പെഷ്യലി 24നോട് എത്രത്തോളം നന്ദി പറഞ്ഞാലും പറയാൻ വാക്കുകളില്ല. കാരണം അത്രത്തോളം സന്തോഷം തോന്നുന്നു. എക്സ്പെഷ്യലി നമ്മുടെ സുർജിത്തേട്ടൻ എൻ്റെ സ്വന്തം ഒരു ഏട്ടനെ പോലെയായിട്ട് ഞാൻ കണക്കൂട്ടുന്നു. മാത്രമല്ല വളരെയധികം സന്തോഷം. ഈ ഒരു അതിജീവനത്തിൻ്റെ തുടക്കം കുറിക്കാൻ വേണ്ടി സഹകരിച്ച എല്ലാവർക്കും ആശംസകൾ. താങ്ക് യു. SKN മറ്റ് പലരെയും പോലെ ഈ സാധാരണഗതിയിൽ പ്രഖ്യാപനങ്ങൾ അനവധി ഉണ്ടാകും, പക്ഷേ പലതും നടപ്പാകില്ല. പക്ഷേ 24 വാക്കു പാലിക്കുന്നു. അത് ഓണത്തിന് മുൻപ് തന്നെ ഇവരുടെ ജീവിതം തിരിച്ചു പിടിക്കണം. വയനാട്ടുകാർക്ക് ഓണം നഷ്ടപ്പെടാൻ പാടില്ല. ഈ ചൂരൽമല മുണ്ടക്കൈ നിവാസികൾ, നമ്മൾ ആ ദുരന്തമുഖത്ത് നിന്നും റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മുടെയൊക്കെ പ്രാർത്ഥന ഇവരൊന്ന് തിരിച്ചു വരണമെന്നുള്ളതാണ്. അക്ഷരാർത്ഥത്തിൽ അതിനുവേണ്ടിയുള്ള ശ്രമമാണ് നമ്മളെല്ലാവരും ഈ ചേർത്ത് പഠിക്കലിലൂടെ ചെയ്യുന്നത്. SKN. ഓക്കെ, താങ്ക് യു ദീപക് ധർമ്മണം, താങ്ക് യു സുർജിത്ത് അയ്യപ്പത്തൻ, താങ്ക് യു മധു കൊട്ടാരക്കര. അതായത് പെട്ടിയോട്ട വാസുവേട്ടനും അതുപോലെ 2 വീലർ രമേശിനും നമ്മൾ കൈമാറി കഴിഞ്ഞിരിക്കുന്നു. അന്ന് നമ്മൾ ഈ സെപ്റ്റംബർ 1-ാം തീയതി അവിടെ പ്രഖ്യാപിച്ച നമ്മളെ ചന്ദ്രഗിരി ഓഡിറ്റോറിയം കൽപ്പറ്റയിൽ പ്രഖ്യാപിച്ച എല്ലാ വീടുകളൊഴിച്ച് ഒരുപാട് സമയം വേണ്ട പരിപാടികളൊഴിച്ച് ബാക്കി എല്ലാം നമ്മൾ തിരുവോണത്തിന് മുമ്പേ തന്നെ കൈമാറും എന്നാണ് നമ്മുടെ ആഗ്രഹം. അതിനുവേണ്ടിയുള്ള വളരെ ധൃതി പിടിച്ച കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. എന്തായാലും ഇതിനായി നമ്മോട് സഹകരിച്ച ലോകമെമ്പാടുമുള്ള നമ്മുടെ പ്രിയപ്പെട്ട 24 കണക്റ്റിൻ്റെ പ്രേക്ഷകർക്ക് നന്ദി.